പെരുമ്പാവൂർ നിയോജകമണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ജിബി പാട്ടിക്കൽ പ്രവർത്തകരുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ അർബൻ ബാങ്കിൻ്റെ ഒരു തട്ടിപ്പാണ്, ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കോടികളുടെ തട്ടിപ്പാണ് നടന്നത്. അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? അർബൻ ബാങ്കിൻ്റെ പ്രവർത്തന രീതികൾ, അതിൻ്റെ ഉണ്ടായ തട്ടിപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ചെറിയ ഒരു ബുദ്ധിമുട്ടല്ല അതിനകത്തുണ്ടായത്. ഏതാണ്ട് 500ഓളം വരുന്ന കുടുംബങ്ങളെ ബാധിച്ച ഒരു കാര്യമാണ്. അവർ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം നിക്ഷേപിച്ച ഈ ബാങ്കിനെ വിശ്വസിച്ച്, സർവീസ് സഹകരണ ബാങ്കിനെ വിശ്വസിച്ച് നിക്ഷേപിച്ചൊരു തുകയാണ്. അത് 1 ലക്ഷം മുതൽ 50 ലക്ഷം വരെയൊക്കെ ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നിക്ഷേപിച്ചൊരു പൈസ. അത് അവരുടെ സങ്കടം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് കരച്ചില വരുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് നിക്ഷേപിക്കുന്നത്. കാരണം അവരുടെ ശിഷ്ടജീവിതം മക്കളെ ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തുകയായിരുന്നു. ആ തുക അടിച്ചു മാറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നി. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു കൂട്ടായ്മയും, ആ കൂട്ടായ്മയിൽ എനിക്ക് സംബന്ധിക്കാനും 2 വാക്ക് സംസാരിക്കാനും പറ്റും. ഞാനവിടെ അന്വേഷിച്ചു, ഒത്തിരി പേരുടെ വ്യക്തിപരമായും അവരുമായിട്ട് സങ്കടം കേട്ടു. അവർ പറഞ്ഞു ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് അവരോട് പറഞ്ഞത്, ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇത്ര വേഗം സാധ്യമാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോൾ ഇന്ന് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ മേഡത്തെ ഇന്ന് കാണും, കണ്ടു കഴിഞ്ഞ് ഒരു നിവേദനം മേഡത്തിന് സമർപ്പിക്കും. അതിനുശേഷം നാളെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജി നാളെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടും ഈ കാര്യം അവതരിപ്പിച്ച് നിവേദനം സമർപ്പിച്ച് നമുക്ക് ഉടനടി ഒരു പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും. അത് മാത്രമല്ല, നടപടികൾ സ്വീകരിക്കുന്നത് ഒരു CBI അന്വേഷണം തന്നെയാണ് ഇവിടുത്തെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പാർട്ടി നേതൃത്വം എൻ്റെ മുന്നിൽ ആലോചിക്കുന്നത് ഒരു CBI അന്വേഷണമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണോ അതിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ NDAയുടെ പ്രധാന ലക്ഷ്യം. കാരണം 500ഓളം വരുന്ന ആ കുടുംബങ്ങൾക്ക് ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസമെങ്കിലും കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. എത്രത്തോളം പണം കണ്ടെത്തി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പണം കണ്ടെത്തി ഈ മുന്നണി കൊടുക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്യും. എൻ്റെ വിജയത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ നടപടികളൊന്നായിരിക്കും അത്. വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അർബൻ ബാങ്ക് തട്ടിപ്പിന് ഒരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് NDA സ്ഥാനാർത്ഥി ജിബി പാട്ടിക്കൽ മെട്രോ ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.